എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു കോക്കനട്ട് ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. ദോശ എന്നും പറയാം, അപ്പം എന്നും പറയാം. കാരണം ഇത് അപ്പത്തിൻ്റെ ഒരു ചേരുവകൾ തന്നെയാണ് ഇതിൽ ചേർക്കുന്നത്. കുറച്ച് മാറ്റങ്ങളേ വരുന്നുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വന്നാലോ. അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് അരിയാണ് ഇട്ട് കൊടുക്കുന്നത്, പച്ചരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സോക്ക് ചെയ്യാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊരു 4 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അരിയൊക്കെ നന്നായി കുതിർന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ചോറാണ് ചേർക്കുന്നത്. നമ്മൾ ഏത് കപ്പിനാണോ അരി അളന്നത് അതേ കപ്പിൽ 1 കപ്പ് ചോറ്, അതേ കപ്പിൽ തന്നെ 1 കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, പക്ഷെ കുറഞ്ഞു പോകരുത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കണ്ട, പഞ്ചസാര മാത്രം ഇട്ട് കൊടുത്താൽ മതി. അത് പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ചോറിന് പകരം വേണമെങ്കിൽ അവല് 1 കപ്പ് അവലോ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ചോറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അരിയുടെ കൂട്ടുണ്ടല്ലോ, അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. 1-2 തവണയായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഞാനതിപ്പോൾ ഒരു തവണയായിട്ട് തന്നെ എല്ലാം അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലതുപോലെ അരഞ്ഞ് വരണം. അങ്ങനെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അരച്ചത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് അതേ ജാറിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കലക്കി ഒഴിക്കാം കേട്ടോ. അതും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഇത്ര വെള്ളം മതിയാവും കേട്ടോ. ഒന്ന് നന്നായി കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് നല്ലതുപോലെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടുള്ളൂ. നമ്മൾ വട്ടയപ്പത്തിനൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്, കൈ കൊണ്ടല്ലേ മിക്സ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല പതഞ്ഞ് വരും കേട്ടോ മാവ്. അങ്ങനെ മിക്സ് ചെയ്തത് നമുക്ക് ഒരു ഓവർനൈറ്റ് ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. നമ്മൾ ദോശമാവ് പൊങ്ങി വരുന്നത് പോലെ അതുപോലെ അത്രത്തോളം പൊങ്ങി വരില്ല, പക്ഷെ നല്ലവണ്ണം പതഞ്ഞ് പുളിച്ച് വന്നിട്ടുണ്ടാവും. നല്ല പുളിയായിട്ടുണ്ടാവില്ല, എന്നാലും നല്ല പതഞ്ഞ് വന്നിട്ടുണ്ടാവും. നല്ലോണം പതഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ല, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ ഉണ്ടാവുക. ഇത് ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1 തവ മാവ് കോരി ഒഴിച്ചിട്ട് നല്ല നൈസായിട്ട് പരത്തേണ്ട ആവശ്യമില്ല. ചെറിയ കട്ടിയിൽ തന്നെ ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്താൽ മതി. ബബിൾസൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് ദോശ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ ആയിട്ടുണ്ട് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാം ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ചുട്ടെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്, കോക്കനട്ട് ദോശയാണ്. ഇത് ദോശയുടെ കൂടെ കഴിക്കുന്ന എന്തിൻ്റെ കൂടെയും ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ